ശ്രീലങ്കയ്ക്കെതിരായ 2020 പരമ്പര ഭാരതത്തിന് കാര്യവട്ടത്ത് നടന്ന മൂന്നാം 2020-യിൽ 113 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഭാരതത്തിന്റെ വിജയം 8 വിക്കറ്റിന് 75 റൺസ് എടുത്ത ഷെഫാലി വർമ്മയാണ് വിജയശില്പി. വിവരങ്ങൾ VS കൃഷ്ണരാജാണ് നൽകുന്നത്. കൃഷ്ണരാജ്, എത്രത്തോളം ആധികാരികമായ വിജയമാണ് ഭാരതത്തിന്റെ വനിതകൾ കാര്യവട്ടത്ത് നേടിയെടുത്തത്? ഗൗതം, ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വീണ്ടും ഒരു ക്രിക്കറ്റ് വിരുന്നെത്തിയത്. അത് ആസ്വാദകർക്ക് ഏറെ വലിയ വിജയമാണ് സമ്മാനിച്ചത്. ഭാരതം 8 വിക്കറ്റിന് ആധികാരികമായി ജയിച്ച് ശ്രീലങ്കയ്ക്കെതിരായ 2020 പരമ്പര സ്വന്തമാക്കിയെന്ന സന്തോഷ വാർത്തയാണ് കാര്യവട്ടത്ത് നിന്ന് നൽകാനുള്ളത്. ഷെഫാലി വർമ്മ എന്ന ഹാർഡ് ഹിറ്ററുടെ ഷോയായിരുന്നു ഇന്ന് കാര്യവട്ടത്ത് കണ്ടത്. ഇന്ത്യൻ സ്കോർ 54-ൽ എത്തുമ്പോൾ 50 റൺസ് അടിച്ച് ഷെഫാലി വർമ്മ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കുകയായിരുന്നു. അങ്ങനെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് 42 പന്തിൽ 79 റൺസ്, 11 ബൗണ്ടറികളുടെയും 3 സിക്സറുകളുടെയും അകമ്പടിയോടെ 79 റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു ഷെഫാലി വർമ്മ. എന്നാൽ സ്മൃതി മന്ദാനയ്ക്ക് ഇന്ന് മികച്ച പ്രകടനം പുറത്തെടുക്കാനായില്ല. 6 പന്തിൽ 1 റൺസ് എടുത്ത് പുറത്തായി. പിന്നാലെ 15 പന്തിൽ 9 റൺസ് എടുത്ത് ജമീമയും പുറത്താകുന്ന കാഴ്ചയുണ്ട്. പക്ഷേ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ 21 റൺസ് എടുത്ത് മികച്ച പിന്തുണ ഷെഫാലിക്ക് നൽകി. അങ്ങനെ ഒരു അനായാസ വിജയം, 40 പന്തുകൾ ബാക്കി നിൽക്കെ ഒരു അനായാസ വിജയമാണ് കാര്യവട്ടത്ത് ഭാരതം നേടിയത്. അതിലൂടെ പരമ്പര വിജയവും സ്വന്തമാക്കുന്നു. ഇന്ന് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങിയ ശ്രീലങ്കയ്ക്ക് തുടരെ വിക്കറ്റുകൾ, കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ നഷ്ടമാകുന്നത് നമ്മൾ കണ്ടതാണ്. ഹാസിനി പെരേര അവരുടെ ഓപ്പണർ നന്നായി കളിച്ചു. 18 പന്തിൽ 25 റൺസ് എടുത്തു. മധ്യനിരയിൽ കഴിഞ്ഞ 2 മത്സരങ്ങളിലും പരാജയപ്പെട്ടു പോയ മധ്യനിരയെ പക്ഷേ ഇത്തവണ ഒന്ന് ചെറുത്തു നിൽക്കാൻ ശ്രമിച്ചു അവരുടെ ഇമേഷ് അബ്ദുലാനി. 32 പന്തിൽ 27 റൺസ് എടുത്ത്. വാലറ്റത്ത് 13 പന്തിൽ 20 റൺസ് എടുത്ത് കവിഷ ദിൽഹരിയും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. പക്ഷേ അതൊന്നും ഭാരതത്തിന് മുന്നിൽ ഒരു വലിയ സ്കോറിലേക്ക് എത്തിച്ചില്ല. 112 റൺസ് മാത്രമാണ് 20 ഓവറിൽ 7 വിക്കറ്റുകൾ നഷ്ടത്തിൽ ശ്രീലങ്കയ്ക്ക് എടുക്കാനായത്. അത് ഒരുപക്ഷെ ഇന്ത്യയെപ്പോലെ വളരെ ബാറ്റിംഗ് ആഴമുള്ള ഒരു ടീമിനോട് ഒരു തരത്തിലും പൊരുതാൻ ആകുന്ന സ്കോർ ആയിരുന്നുമില്ല. തുടക്കത്തിൽ തന്നെ ഷെഫാലി ആദ്യ ഓവറിൽ തന്നെ 6 അടിച്ചാണ് ഷെഫാലി തുടങ്ങിയത് തന്നെ. അതുകൊണ്ട് തന്നെ ഒരു മികച്ച പ്രകടനം ഷെഫാലിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടു. ഒരു ഉഗ്രൻ ഇന്നിങ്സ്, അത് വളരെ അനായാസം ഒരു വെടിക്കെട്ട് തീർത്തുകൊണ്ട്, ന്യൂ ഇയറിന് മുമ്പ് ഒരു വെടിക്കെട്ട് തീർത്തുകൊണ്ടായിരുന്നു ഷെഫാലിയുടെ ഷോ നമ്മൾ കണ്ടത്. ആധികാരികമായ വിജയം, ആധികാരികമായ പരമ്പര നേട്ടം. ഇനി 28-നും 30-നും 2 മത്സരങ്ങൾ കളിക്കാനുണ്ട്. അതൊരു പക്ഷേ അപ്രസക്തമാണെങ്കിൽ പോലും തിരുവനന്തപുരത്തുകാർക്ക് വലിയ സന്തോഷം പകരുന്ന നിമിഷങ്ങളായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നിരവധി പേർ, പ്രത്യേകിച്ച് സ്ത്രീകളാണ് കൂടുതലായും ഇന്ന് മത്സരം കാണാനെത്തിയത് എന്ന കാര്യം കൂടി എടുത്തു പറയണം. ഏതായാലും ലോക ചാമ്പ്യന്മാരായ ശേഷം ഒരു പരമ്പരയ്ക്ക് വരികയാണ്, അതും നമ്മുടെ തിരുവനന്തപുരത്ത്. അത് ഏറെ ആസ്വദിച്ചു, ആഘോഷിച്ചു, ആരവങ്ങൾ ഉയർത്തി സ്വീകരിച്ചു നമ്മുടെ നാട്ടിലെ ഗാലറി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി 2 മത്സരങ്ങൾ അവശേഷിക്കുന്നു. ആ 2 മത്സരങ്ങളിൽ ഒരു തരത്തിലും ഈ പരമ്പരയുടെ ഫലത്തെ ബാധിക്കുന്നതല്ല എങ്കിൽ പോലും ഒരു മികച്ച മത്സരം കാണാനാകും എന്ന പ്രതീക്ഷ തന്നെയാണുള്ളത്. നമുക്ക് ഇന്ത്യയുടെ ബൗളിംഗ് നിരയിലേക്ക് വന്നാൽ രേണുക സിംഗിൻ്റെ തിരിച്ചുവരവിൻ്റെ കാര്യം കൂടി എടുത്തു പറയണം. രേണുക സിംഗും ദീപ്തി ശർമ്മ, ഈ 2 താരങ്ങൾ കഴിഞ്ഞ 2 മത്സരങ്ങളും കളിച്ചിരുന്നില്ല. അവർ തിരിച്ചു വന്നു. അതിൽ രേണുക സിംഗ് 4 ഓവറിൽ 21 റൺസ് മാത്രം വഴങ്ങി 4 വിക്കറ്റ് വീഴ്ത്തി. ദീപ്തി ശർമ്മ 4 ഓവറിൽ 18 റൺസ് മാത്രം വഴങ്ങി 3 വിക്കറ്റ് വീഴ്ത്തി. ഈ 7 വിക്കറ്റുകൾ തന്നെയാണ് ഇന്ന് മത്സരത്തിൽ ലങ്കയുടേതായി വീണതും. അതിൽ രേണുക സിംഗാണ്, ഷെഫാലി ഇത്ര നന്നായി ബാറ്റ് ചെയ്തിട്ടും രേണുക സിംഗാണ് കളിയിലെ താരമായി മാറിയത്. ഗൗതം. ഓക്കെ കൃഷ്ണരാജ്, എന്തായാലും ലോക ജേതാക്കളായ ശേഷം ആദ്യമായാണ് ഭാരതത്തിൻ്റെ വനിതാ ക്രിക്കറ്റ് ടീം കേരളത്തിലേക്ക് എത്തുന്നത്. ഇന്നിപ്പോൾ ആദ്യ മത്സരത്തിൽ ആധികാരികമായ വിജയം കാര്യവട്ടത്ത് നേടിയിരിക്കുന്നു. ഇതോടുകൂടി ശ്രീലങ്കയ്ക്കെതിരെയുള്ള 2020 പരമ്പരയിൽ ആധികാരികമായ വിജയം കൈവരിച്ചിരിക്കുന്നു. എങ്കിലും 2 മത്സരങ്ങൾ കൂടി ഇനിയും ശേഷിക്കുന്നുണ്ട്. അതും തിരുവനന്തപുരത്ത് തന്നെയാണ്. VS കൃഷ്ണരാജാണ് കാര്യവട്ടത്ത് നിന്നും വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്.